ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണൽ റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്കുള്ളത് 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ടു ഓഫ് പെൻഡക്കിൾ, 3 കാർഡ്സ്. 3 ഓഫ് സോർഡ്സ്, മൂൺ കാർഡ് റിവേഴ്സ്ഡ് ആണ്. 3 ഓഫ് പെൻഡക്കിൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സോ 4 ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പം ഈ റിലേഷൻഷിപ്പ് ഇപ്പം ഒരു നോ കോണ്ടാക്ട് ഓർ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടാകാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ നിന്നും പിന്മാറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാകാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും. കാരണം ഒരാൾക്ക് ഇതിൽ ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു വിരസതയൊക്കെ ഉണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ റീസൺസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പം ഒരു ഡിസ്കണക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. അത് മേ ബി നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിരിക്കാം. ആൻഡ് ഇതിൽ നിങ്ങളുടെ എനർജീനകത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു സ്ട്രഗിളിങ് അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഈ പേഴ്സൺ ഇങ്ങനെ മാറിപ്പോകുന്നൊരു എനർജി കാണിക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് അത് ഒരു വേദനിപ്പിക്കുന്ന കാര്യമാകുന്നു. ചോയ്സ് പോലെയാണ് നിങ്ങൾ ഇതിനെ എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും ഒരു ചോയ്സ് പോലെ, അതായത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഇത് നിൽക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് ഇനി തിരിച്ചു വരുമോ, ഇത് കിട്ടുമോ, ഇത് നല്ലതാണോ, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇതിലൊരു വിരസത തോന്നുന്നുണ്ട്, ഒരു നിരാശ തോന്നുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടതിനായിരിക്കാം. കാരണം ഈ പേഴ്സൺ ഇപ്പം നിങ്ങളടുത്ത് അങ്ങനെയായിരിക്കാം, ഒരു പ്രസൻസ് തരാതെ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിന്നും ചിലപ്പോൾ ഇങ്ങനെ മാറി ലെറ്റ് ഗോ ചെയ്ത് മാറിയിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ പേഴ്സൺ ഒരുപാട് ചോയ്സുകൾ വരുന്നുണ്ട് അവർക്ക്. മേ ബി സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രപ്പോസൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രപ്പോസൽസ് വരുന്നുണ്ട്. ബട്ട് ഒരാളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രണ്ടുപേരും. ഓക്കെ, അതായത് ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും രണ്ടുപേരും ഒരാളിൽ മാത്രം ഇങ്ങനെ സ്റ്റിൽ നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയും 3 ഓഫ് സോർട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇത് ഈ പേഴ്സണും നിങ്ങളും ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണ്, നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ പെയിൻ രണ്ടു പേർക്കും ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇമോഷണൽ പെയിൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതേപോലെ ആ പേഴ്സണും ഇമോഷണൽ പെയിൻ ഉണ്ട്. ഒരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ ഈ ഒരു റിലേഷൻ കാരണം പോകുന്നൊരവസ്ഥ. അപ്സെറ്റ് ആയി പോവുക, കൺഫ്യൂഷൻ ആയി പോവുക, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയി പോവുക. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ ഡിവോഴ്സ് പോലത്തെ കാര്യങ്ങളിൽ വന്ന് എത്തി നിൽക്കുക നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത്. നൈറ്റ് ഓഫ് സൂട്ട്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ഇത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു യങ് മാൻ ആയിരിക്കാം, ഏജ് നിങ്ങളെക്കാൾ കുറവായിരിക്കാം, മേ ബി നിങ്ങളെക്കാൾ കൂടുതലായിരിക്കാം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏജ് കുറവായിരിക്കാം. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കരിയർ ഫോക്കസ്ഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവർക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ അവർ അംബീഷൻ നേടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ്, മേ ബി നിങ്ങളെപ്പോലും മാറ്റി നിർത്തിയുള്ള സാക്രിഫൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം. അതായത് ഒരു ജെനുവൻ പേഴ്സൺ ആണ്, ബട്ട് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യുന്ന ഒരു തരം ക്യാരക്ടർ. ഓക്കെ, അതായത് അവർക്കത് പെയിൻഫുൾ ആണെങ്കിൽ പോലും അവർ ആ സിറ്റുവേഷൻ ഉപേക്ഷിച്ച് അവനവന് വേണ്ടത് എന്താണോ അതിലേക്ക് ഫോക്കസ്ഡ് ആയി പോകും. അത് ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു എനർജി പേഴ്സൺ ഉണ്ട്. സോ അതുകൊണ്ട് ആണ് അവർ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് ഇപ്പം ചിന്തിച്ചാൽ അപ്പം തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നു.
ഇപ്പം വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് ബ്രേക്ക് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കുന്നു, അങ്ങനെയൊക്കെ. ഈ ഒരു ഫാസ്റ്റ് തിങ്കിങ് നിങ്ങൾക്കുമുണ്ട്. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓവർ തോട്ട്സിനെ ക്യാരി ചെയ്യുന്നൊരു എനർജി നിങ്ങളുടെ എനർജിനകത്തുണ്ട്. ദാറ്റ് മീൻസ് ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു കാര്യം കേൾക്കുമ്പോൾ, ഒരു ചെറിയൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങളതിനെ കാട് കയറി ചിന്തിക്കും. അപ്പം അങ്ങനെയൊരു ക്യാരക്ടറാണ് നിങ്ങളതും. അപ്പം അതുകൊണ്ടും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. മേ ബി അത് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയും കാണുന്നുണ്ട്. 2 ഓഫ് പെന്റിക്കിൾസിന് എനർജി വന്നതുകൊണ്ട് തന്നെ മേ ബി ഇത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ടാകാം. ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്ന ഒരാളായിരിക്കാം. അതായത് ഈ കരിയറിലൊക്കെ ജോബിലൊക്കെ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കരിയർ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവൺ നിങ്ങൾ നല്ല രീതിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടാകാം. അപ്പം 2 പേർക്കും ലൈഫിൽ ഒരു ജഗ്ലിംഗ് അവസ്ഥയുണ്ട്, ബാലൻസ് ഇല്ലായ്മയുണ്ട് സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട്. നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഇവിടെ സ്ട്രോങ് ആണ്, ബിക്കോസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കേട്ടോ. ആൻഡ് ഇവിടെ മൂൺ കാർഡിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ 2 പേർക്കും ഇവിടെ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഹൈഡിങ് എനർജി. ഓക്കെ, ഹൈഡിങ് എനർജി ഉണ്ടായിരുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഇത് കൂടുതൽ ഉണ്ടായിരുന്നിട്ടുള്ളത്. തുടക്ക സമയത്തൊക്കെ പല കാര്യങ്ങളും ഹൈഡായിരുന്നു. പക്ഷെ പോകെ പോകെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ കിട്ടാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരു മിസ്റ്ററി പോലെ, ഒരു സീക്രട്ട് പോലെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് നിങ്ങളടുത്ത് മേ ബി ഈ പേഴ്സൺ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, എന്താണ് ഈ ഹൈഡ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പുറകാലം നടക്കുന്നുണ്ടാവുമായിരിക്കും. ഈ സത്യാവസ്ഥ എന്താണെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങൾക്ക്. എന്താണ് ഇത്, സത്യമാണോ, ഇത് നുണയാണോ, അല്ലെങ്കിൽ ഇവർ ജെനുവനാണോ, ഇവരെ വിശ്വസിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഇവിടെ ടീം വർക്കാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ചിലപ്പം ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളായിരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് എന്തെങ്കിലും വർക്ക് എടുക്കുന്ന ബിസിനസ്സിലൊക്കെ, മീൻസ് നമ്മൾ ഒന്നിച്ചൊരു പാർട്ട്ണർഷിപ്പ് ഇട്ട് ചെയ്യുന്ന ജോലികളോ, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ അടുത്തടുത്ത് നേരിട്ട് കാണാൻ പറ്റുന്ന ആളുകളോ, അങ്ങനെയുള്ള ആളുകളായിരിക്കാം. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് എനിക്ക് ഇവിടെ അധികം കാണുന്നില്ല, ടീം വർക്ക് പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ആരോടും തോന്നാത്തൊരു പ്രത്യേകതരം അട്രാക്ഷൻ തോന്നി. ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളിതിലേക്ക് ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുക. ഓൾറെഡി അവർക്കൊരു പേഴ്സൺ ഉണ്ടാവുമായിരിക്കും, എന്നിട്ടും നിങ്ങളിലേക്ക് വന്നതായിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നൊരു എനർജി ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ സഫർ ചെയ്യുക, റിലേഷൻഷിപ്പിൽ സഫർ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു, ഇപ്പോഴും നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പം നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളോട് നിങ്ങളുടെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ വന്നിട്ടുള്ള വഴികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. ആ ചിന്തയിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഉണ്ടാകുന്നു. റിലേഷൻഷിപ്പ് മാത്രമല്ല, ഇപ്പം നിങ്ങൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും സൈലന്റ് ഒരു കാമായിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഭയങ്കര ഈ ഒരു നിരാശ കാരണം നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു, ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എത്ര ഇപ്പം ഞാൻ സെൽഫ് ലവ് ചെയ്യാണ്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളുടെ എനർജി ഡൗൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്ക് ഒന്ന് പോകുന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇല്ലാതിരുന്ന ഒരു കാലം, നിങ്ങൾ സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരു കാലം, നിങ്ങളെല്ലാം വളരെ വ്യക്തമായി ലൈഫിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം, ആ കാലത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. അന്നേരത്തെ ഈ പേഴ്സൺ കൂടി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അന്ന് നിങ്ങൾ എത്ര ഭംഗിയായി നിങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്തു, അതുപോലെ നിങ്ങൾ ബാക്കിലേക്ക് നോക്കി നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾ അച്ചീവ് ചെയ്യൂ, നേടിയെടുക്കൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഗൈഡൻസ്. രണ്ടാമത്തെ ഗൈഡൻസ് ഡെത്തിന്റെ എനർജിയാണ്. പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ പോകുന്ന നെഗറ്റീവ് വൈബ്രേഷൻ ഉപേക്ഷിക്കുക. നെഗറ്റീവ് വൈബ്രേഷൻ എന്ന് പറയുന്നത് എത്ര പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഹീലാവാതെ കിടക്കുന്ന
ആലോചനകളും ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ തന്നെ ശരിയാക്കി എടുക്കണം, ഹീലിംഗ് കൊടുക്കണം എന്നുള്ളതാണ് ഒരു ഗൈഡൻസും കൂടെ. ടേക്ക് ആക്ഷൻ ആണ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കോളൂ, നിങ്ങളിലേക്കെല്ലാം തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയതും ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാർഡ് മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്യുന്നുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം കാത്ത് മാത്രം ഇരിക്കുന്നു, നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അടുത്ത് ആക്ഷൻ എടുത്തോളാനാണ് പറയുന്നത്. മെയിൻലി നമുക്കിവിടെ കണ്ടത് നിങ്ങളെ തന്നെ സ്വയം ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണ് ഫസ്റ്റ് കൊണ്ടുവരേണ്ടത്. സെൽഫ് ലവ്, സെൽഫ് പ്രിയോറിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് താര നിങ്ങളിലേക്ക് വന്നോളും. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. സോഡിയാക് സൈൻ സാജിറ്റേറിയസ്, ടോറസ്, സ്കോർപിയോ, ലിബ്ര, പൈസീസ് വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ, ക്യാൻസർ, ജെമിനി, കാപ്രിക്കോൺ ഒക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഓർ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളത് തന്നെ, അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യാം കേട്ടോ.